ഈ പെണ്ണിത് എന്ത് ഭാവിച്ചു? ദേ ഒന്ന് വേഗം ഇറങ്ങടി ഇതേ. അല്ല ഇവിടെ കൊടുന്നാക്കിട്ട് വേണം എനിക്ക് ഇനി കടയിൽ പോവാൻ. ഞാനേ ഒരു 12 മണിയാ ഇവിടെ കടയിലെത്താൻ. ആ അല്ല ഒന്നുമില്ല, ഈ മണ്ടോതിരിക്കേ 2 ദിവസമായിട്ട് രാത്രി ഇങ്ങനെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ ഒരു ചൊറിച്ചല്. ഇപ്പൊ ഇന്നലെ രാത്രി നോക്കുമ്പോ തൊണ്ട വരെ ചൊറിയണു, മേലൊക്കെ ചൊറിയാന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോ രാവിലെ എണീച്ച് നോക്കിയപ്പോ കാലിലും കയ്യിലൊക്കെ വരെ നീര്. അപ്പൊ ആ സത്യശീലൻ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. ആ ഞാൻ അവളെ കാണിച്ചിട്ടേ ഇവിടെ വീട്ടിൽ കൊടുന്നാക്കിയിട്ട് അങ്ങോട്ട് വരുള്ളൂ. ആ ശരി ശരി. ഇവളിത് ഈ മണ്ടോ ഈ വരണ്ട അങ്ങട്. അതോ കല്യാണത്തിലാണോ പോണേ? ഡോക്ടറത്തേക്ക്. ഇടി അതിനെന്തിനാടി ഇങ്ങനെ മേക്കപ്പ് ചെയ്യണ്? എന്താ ഓവറാ? ഓവറാണോന്നോ? ഒറ്റ ഓവറല്ല, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ കുറച്ച് വൃത്തിക്ക് പോകാൻ പറ്റൂ. ആ നിജ ഇങ്ങനെ വെളുക്കാൻ വേണ്ടി ഓരോന്ന് തയ്ച്ചോ, അവസാനം കുടുംബം വെളുക്കും. നടക്കാണ്ട്. ഇതൊന്ന് പോക്കറ്റ് വയ്ക്കോ. ഇതെന്തിനാ? അത് ഈ ലിപ്സ്റ്റിക് ഇടയ്ക്ക് പോയിണ്ടെങ്കിൽ എനിക്ക് ഇടാൻ വേണ്ടി. ലിപ്സ്റ്റിക്കാ നടക്കാണ്ട്. ഇവിടെ എന്താ നോക്കിയേ. എടി അത് കാണിക്കാനല്ലേ ഈ പോണത്. അവിടെ നല്ലോണം ഉണ്ട്. എന്റെ അമ്മേ നടക്കാണ്ട്. എന്താ വന്നില്ലേ? ഇത് തുറന്നിട്ടാണോ പോണേ? ആ ഇടയ്ക്ക് എനിക്ക് കഴിയില്ല. എന്തിനും നിക്കണം, അങ്ങോട്ട് നടക്ക്. ചൊറിയണെന്ന് ചൊറിയുമ്പോഴോ? നന്നായി മേക്കപ്പ് ചെയ്യാറുണ്ടല്ലേ? കുറച്ച്. ആ ഈ ക്രീമുകളൊക്കെ തേക്കാറുണ്ടോ? ചെറുതായിട്ടൊന്നല്ല സാറേ. ആ ഏത് നേരം മേക്കപ്പാണ്. ഓ ഇപ്പൊ സാറ് കാണാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് 2 മണിക്കൂറാ മേക്കപ്പ് ചെയ്യാൻ എടുത്തു. ആ ഒരു കല്യാണം എന്ന് വേണ്ട, ഇനി വീട്ടിലെ വെറുതെ ഇരിക്കുകയാണെങ്കിലും മേക്കപ്പ് ചെയ്യല പണി. ശരി. ഈ പരസ്യത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും മേടിച്ച് ഇങ്ങനെ പൂശും. ഇപ്പൊ ദൈവം അത്യാവശ്യത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. ഇത് പോരാഞ്ഞിട്ട് ഇപ്പൊ ഒരു 3 മാസം മുമ്പ് വെള്ളാരെന്ന് പറഞ്ഞിട്ടൊരു ക്രീം വെളുക്കാനുള്ള അത്രേ, അപ്പൊ അത് മേടിച്ച് തേച്ചോണ്ടിരിക്കപ്പോ. ഹൈ അതൊന്നും ഉപയോഗിക്കരുത്. ഈ വ്യാജ ക്രീമുകളൊക്കെ വാരി തേക്കുന്ന ആളുകൾക്ക് കണ്ടുവരുന്നതാണ് ഈ നെഫ്രോട്ടിക് സിൻഡ്രം, അതായത് കിഡ്നി രോഗം. ഇവളങ്ങനെ അകത്ത് കഴിക്കണ ക്രീമൊന്നും മേടിക്കാറില്ല, ഈ തൊലിയുടെ പുറത്ത് ഇങ്ങനെ പുരട്ടുള്ളൂ. അതെങ്ങനെയാണ് കിഡ്നീനെ ബാധിക്കുന്നത്? അത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം, അത് ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷേ വ്യാജ ക്രീമുകളിലെല്ലാം മെർക്കുറിയും കാഡ്മിയവും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഈ തൊലിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് പ്ലാറ്റം കോണിയം. എന്താണ് പ്ലാറ്റം കോണിയം? അതന്നെ. നമുക്ക് വരുന്ന പല അസുഖങ്ങളെയും തടഞ്ഞു നിർത്തുന്നത് ഇവനാണ്. ആര്? ഈ പ്ലാറ്റം കോണിയം. അതെ, ഈ പ്ലാറ്റം കോണിയം. അതല്ലേ പറഞ്ഞു വരുന്നത്. സോറി. ഇത്തരം ക്രീമുകളിൽ അടങ്ങിയിട്ടുള്ള മെറ്റൽ കണ്ടന്റുകൾ പ്ലാറ്റം കോണിയത്തെ നശിപ്പിച്ചു കളയുന്നു. ഒപ്പം ഇത് ശരീരത്തിനകത്ത് പ്രവേശിച്ച് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ താറുമാറാക്കി കളയും. ഒപ്പം ശരീരത്തിനകത്ത് വേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിനെ എല്ലാം ചോർത്തിക്കളയും. അതായത് ജീവൻ നിലനിർത്തുന്നതിനുള്ള പ്രോട്ടീൻ അത് നഷ്ടപ്പെടും. ശരീരത്തിൽ നിന്ന് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മരണം തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള ക്രീമുകളൊന്നും വാരി തേക്കാതിരിക്കുക, അതാണ് വേണ്ടത്. നിങ്ങൾക്ക് ജന്മനാൽ ഒരു നിറം കിട്ടിയിട്ടുണ്ടല്ലോ, അതാണ് യഥാർത്ഥ സൗന്ദര്യം. കാലനേരവ് ആവശ്യത്തിന് ഒരു രക്ഷയും കിട്ടൂല. ആവശ്യമില്ലെങ്കിലോ വീട്ടിൽ രക്ഷയൊന്നുമില്ല, പേടിയില്ല. രക്ഷ നീ നടന്ന് വേടനെ ഉന്തിക്കൊണ്ടോന്ന് നടക്ക്. പിന്നെ പോണ്ടേ, ഹോസ്പിറ്റലിൽ എത്തണ്ട. നീരും ഇല്ല, ചൊറിച്ചലും ഇല്ല, കാശിന് ചെലവും ഇല്ല. നിങ്ങളുടെ മകൻ ഉണ്ണിയല്ലേ? അതെ ഉണ്ണി. അല്ല ഇവന്റെ മുഖം എന്താ വെളുത്ത് വളരെയിരിക്കണേ? ഒന്നും പറയണ്ട, ഇവൻ കണ്ടതെല്ലാം വാരി പോയിച്ചിട്ട്. എന്തെന്നാ ഇപ്പൊ വെള്ളാരം യൂത്ത് ക്രീമാ ഒന്ന് തേച്ചിനിപ്പൊ. എന്നിട്ടിപ്പോ എങ്ങടെ പോണ്? ഇവന് കാലിന് കുറെ നീരുണ്ട്. ഈ ഭക്ഷണം തീരെ കഴിക്കുന്നില്ല, വിശപ്പില്ല. അതെ. അതുകൊണ്ട് മേലെ ചൊറിച്ചിലുണ്ടാ? ആ ചൊറിച്ചിലുണ്ട്. ആ എന്നാ പിന്നെ വേണ്ട ഡോക്ടറെ കാണുന്നല്ലേ? അതെ, ഹോസ്പിറ്റലിലേക്ക് പോന്ന്. കാലില് നീരൊക്കെ ആയിട്ട് നടക്കാൻ വയ്യാത്തവരായിട്ട് എന്തിനാ നടന്നു? വല്ല ഓട്ടോ വിളിച്ചു പോകാറില്ലേ? ഒന്നും കിട്ടുന്നില്ലെന്ന്.
ഓരോ ഓട്ടോ ഒന്നും കിട്ടുന്നില്ല, ആരും വിളിച്ചിട്ട് വരുന്നില്ല. ആ എന്നാ പിന്നെ പതുക്കെ അങ്ങോട്ട് വിട്ടോളൂ. വലിയ വിഷമം. എന്റെ മേലൊക്കെ അങ്ങനെ ചായല്ല തോന്നുന്നു. അത് ആടെ എടുത്തിട്ട് ആടെ എടുത്തിട്ട് അടിയുള്ളൂ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ മൊയ്തു ഇരിക്കും, ഭയങ്കര ഡള്ളാണല്ലോ മാർക്കറ്റ്. സാറേ ഒരു സീരിയസ് ഇഷ്യൂ പറയണേ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ആർക്കാ ഇപ്പൊ സീരിയസ്? എന്നാലും ഉപ്പുപ്പാക്ക് സീരിയസ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് കുറവില്ലേ? അതല്ല, പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാര്യമാണ്. നമ്മളെ ക്രീമിന്റെ എന്താ? ക്രീമിന് എന്താ കുഴപ്പം? ക്രീമിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആ, വല്ലാതെ ആൾക്കാർ മോശമായിട്ട് പറയുന്നു. ആരങ്ങനെ പറഞ്ഞു? ആരൊക്കെയോ പറയുന്നു. അപ്പൊ പറയുന്നവരെ കണ്ടെത്തി അവർക്ക് ഓരോ ക്രീം ഫ്രീ ആയിട്ട് കൊടുക്കൂ. അങ്ങനെയല്ല, അവര് തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഈ ക്രീം ഉപയോഗിച്ചിട്ട് രോഗം വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയണു അവര്. നമ്മളെ വല്ലാതെ ബാധിക്കും സാർ. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. ചുമ്മാതല്ല, ഞാനിപ്പോ നോക്കുന്നു നമ്മുടെ പ്രോഡക്റ്റ് മൂവ്മെന്റ് വളരെ അതങ്ങനെ വന്നെന്നുള്ളതാണ് ഞാൻ. കാരണം ഇങ്ങനെ നെഗറ്റീവ് ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ വാങ്ങിക്കേണ്ടിയാവും. അത്രയ്ക്ക് പ്രശ്നമാണോ ഇത്? സാറേ ഇത് സോഷ്യൽ മീഡിയയിലായതുകൊണ്ടേ പെട്ടെന്ന് ആളുകളിലേക്ക് റീച്ച് ആവുന്നത്. അതാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ചങ്ങ് നിർത്താം. സാറേ അപ്പൊ ഞാനൊക്കെ എങ്ങനെ ജീവിക്കും? പിന്നെ ഇതൊന്ന് അടങ്ങ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ ഓഫീസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. വേറെ ഏത് ജില്ലയിലേക്ക് മാറ്റാണ് സാറേ? നമ്മൾ ജില്ലയിലേക്കല്ല, നമ്മൾ വേറെ സ്റ്റേറ്റിലേക്ക് മാറ്റും. തമിഴ്നാട് സ്റ്റേറ്റ്. ഓ ഓക്കെ. കേരളത്തിലുള്ളവർക്കാണല്ലോ ഇത് പ്രശ്നം. തമിഴ്നാട്ടിലുള്ളവർക്ക് ഒരു പ്രശ്നമില്ല, അവര് ഹാപ്പിയാണ്. നമ്മൾ ഈ പ്രോഡക്റ്റിന്റെ പേരും മാറ്റും. എന്താക്കും? വെള്ളാരം യൂത്ത് ക്രീം എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് അഴകാന കുളന്തി തേക്കുങ്ക വെളുക്കുങ്ക. ഇത് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോ അതിന്റെ രണ്ട് വശവും ചിന്തിക്കണം, പോസിറ്റീവും നെഗറ്റീവും കേട്ടോ. അത് ചിന്തിച്ചിട്ട് ബിസിനസ്, എന്നാലേ ബിസിനസ് മാൻ ആവുള്ളൂ. അല്ല സാറേ ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ തമിഴ്നാട്ടിൽ ഇത് പ്രശ്നമാവുകയാണെങ്കിലോ? എന്റെ മൊയ്തു, നമ്മുടെ ഇന്ത്യയിൽ വേറെ ഇത്ര സ്റ്റേറ്റ് കിടക്കുകയല്ലേ.